പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ചരക്കു തീവണ്ടി പാസഞ്ചർ തീവണ്ടിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. പാസഞ്ചർ തീവണ്ടിയുടെ 3 കോച്ചുകളും ചരക്ക് വണ്ടിയുടെ നിരവധി കോച്ചുകളും പാളം തെറ്റി. 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. ചരക്കു തീവണ്ടി സിഗ്നൽ മറികടന്ന് കാഞ്ചൻജുംഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? രംഗപാനി സ്റ്റേഷന് സമീപത്ത്, അതായത് റുയ്ദാസ എന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. രാവിലെ 9 മണിക്ക്. ഈ കാഞ്ചൻജുംഗ എക്സ്പ്രസ് എന്ന് പറയുന്നത് അസമിൽ നിന്ന് ബംഗാളിലേക്കുള്ള ട്രെയിനാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ആ പാതയിൽ പ്രധാനമായും ടൂറിസ്റ്റുകളാണ് ഈ തീവണ്ടി, കാഞ്ചൻജുംഗ തീവണ്ടി യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടത് കുറേയേറെ സഞ്ചാരികളുണ്ടോ എന്ന സംശയം കൂടിയുണ്ട്. എന്തായാലും 3 കോച്ചുകൾ, ഈ പാസഞ്ചർ തീവണ്ടിയുടെ 3 കോച്ചുകളാണ് പാളം തെറ്റിയത്. ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയ 10 പേരിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരം. ഈ 3 കോച്ചുകൾക്കിടയിൽ കുറേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പ്രാദേശികമായി രക്ഷാപ്രവർത്തനം ആദ്യം ഏകോപിപ്പിച്ച ആളുകൾ പറയുന്നുണ്ട്. NDRF സംഘം സ്ഥലത്തേക്ക് തിരിച്ചു. അല്പസമയത്തിനകം അവരെത്തും. പോലീസും മറ്റ് യാത്രക്കാരും എല്ലാം ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 കോച്ചുകൾ ഒഴികെ മറ്റു കോച്ചുകളിലുള്ള ആളുകൾക്ക് കാര്യമായ പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസമുള്ള ഏക വിവരം ഈ അപകട സ്ഥലത്ത് നിന്ന്. എന്തായാലും കൂടുതൽ രക്ഷാപ്രവർത്തകരെത്തുന്നു. പോലീസും ഡോക്ടർമാരും ആംബുലൻസും ഈ സംഭവ സ്ഥലത്ത് ഇപ്പോഴുണ്ട്. 15 ആംബുലൻസുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ ആംബുലൻസുകൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മമതാ ബാനർജി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും കൂടുതൽ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത് എന്നതാണ് ആശ്വാസമുള്ള കാര്യം. എന്തായാലും കൊൽക്കത്തയ്ക്ക് സമീപം മുതൽ അസം വരെയുള്ള സ്ഥലത്ത് ഒരുപാട് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന തീവണ്ടിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബാലസർ പോലെ അതിഗുരുതരമായ ഒരു അപകടമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്രയധികം കോച്ചുകൾ പാളം തെറ്റിയിട്ടില്ല. എങ്കിലും പാസഞ്ചർ തീവണ്ടി ആയതിനാൽ തന്നെ കുറച്ചധികം പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അനൂപ്, ഈ 3 കോച്ചുകളാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് അറിയുന്നു. അതിലെ യാത്രക്കാർ ആര് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ടോ റെയിൽവേ? ഇത് സംബന്ധിച്ച വിവരങ്ങൾ, ഇവർ മാറ്റിയിരിക്കുന്ന ആശുപത്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, അത്തരം രാവിലെ 9 മണിക്കാണ് അപകടം ഉണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഡാർജിലിംഗ് എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു വടക്കൻ മേഖലയാണ്. മാത്രമല്ല കുറച്ച് കുന്നും ചെരുവൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവിടത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാനും ഒപ്പം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിപ്പോൾ ചൂട് കാലമാണല്ലോ. ചൂട് കാലത്ത് കുറച്ച് തണുപ്പിലേക്ക് ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഡാർജിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലമ്പ്രദേശത്തേക്ക്, നമുക്ക് കേരളത്തിൽ മുന്നാറിലേക്കും വയനാട്ടിലേക്കൊക്കെ ആളുകൾ ഈ ചൂട് കാലത്ത് പോകുന്നത് പോലെ ബംഗാളിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ ഡാർജിലിംഗിനെ ആശ്രയിക്കാറുണ്ട് ഈ ചൂട് കാലത്ത് തണുപ്പിന് വേണ്ടി. അങ്ങനെ ഉള്ള ഒരു റൂട്ടാണിത്. അങ്ങനെയുള്ള റൂട്ടിൽ തന്നെ അപകടം സംഭവിച്ചതിനാൽ ഈ സഞ്ചാരികളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവുക എന്ന ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ നൽകിയിട്ടുണ്ട്. ഒരു വാർ റൂം ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്ക് ഈ ആളുകളെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് വിളിക്കാൻ നമ്മുടെ ചാനലും ആ ടോൾ ഫ്രീ നമ്പർ നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ലോക്കോ പൈലറ്റ് മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്ത് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നേ ഉള്ളൂ മാധു. അതായത് 2 പേരുടെ നില ഗുരുതരമെന്ന ഔദ്യോഗിക വിവരമാണ്, റെയിൽവേ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതിനപ്പുറത്ത് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ ഒരു ട്വീറ്റ് വന്നിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് ഇൻ NFR സോൺ റെസ്ക്യൂ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ, NDRF, SDRF, റെയിൽവേ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ സേന അംഗങ്ങളെല്ലാം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സീനിയർ ഉദ്യോഗസ്ഥർ ഉടൻ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര റെയിൽവേ മന്ത്രി, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു വിവരം. ഒപ്പം തന്നെ മരണം സംബന്ധിച്ച് ആരെങ്കിലും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അനൗദ്യോഗികമായി
നമുക്ക് ലഭിക്കുന്ന വിവരം 2 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അനൗദ്യോഗികമാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഔദ്യോഗികമായി ഇത് പറഞ്ഞിട്ടില്ല. 2 മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിരിക്കുന്നു. 033235087994 എന്ന BSNL നമ്പർ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് മരണം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാധു, ശരി. ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എക്സിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾക്ക് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ എക്സിലെ വരികൾ. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അനൂപ്, ഈ ചരക്ക് തീവണ്ടി പാസഞ്ചർ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സിഗ്നൽ തെറ്റിച്ച്, അല്ലേ? അതിന്റെ കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, ചരക്ക് തീവണ്ടിയാണ് ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന വിവരമാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. ഈ കാഞ്ചൻജുവ എക്സ്പ്രസ് കടന്നു വന്ന വഴിയിൽ സ്റ്റേഷനിൽ നിർത്താൻ പോകുന്ന സമയത്താണ് സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സിഗ്നൽ തെറ്റിച്ച് ചരക്ക് തീവണ്ടി ഈ ട്രെയിനിലേക്ക്, പാസഞ്ചർ ട്രെയിനിലേക്ക് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് സാങ്കേതികമായി തകരാർ സംഭവിച്ചത് എന്നത് വ്യക്തമല്ല. നേരത്തെ ബാലസോറിൽ അപകടമുണ്ടായപ്പോഴും സിഗ്നൽ തെറ്റിച്ച് ഒരു തീവണ്ടി മുന്നോട്ട് പോയി ഇടിച്ചതാണ്, പാളം തെറ്റി സഞ്ചരിച്ച് ട്രെയിനിൽ ഇടിച്ചതാണ് അപകടത്തിന് കാരണമായത്. ഇപ്പോഴും ഇവിടെയും സംഭവിച്ചത് ഒരു തീവണ്ടി സിഗ്നൽ തെറ്റിച്ചിടിച്ചു എന്നതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, എന്താണ് അപകടത്തിൻ്റെ കാരണം, സിഗ്നൽ തെറ്റിച്ച് ഈ വണ്ടി വരാനുള്ള കാരണം എന്താണ്, ലോക്കോ പൈലറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇനിയിപ്പോൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ വരികയുള്ളൂ. ഏറ്റവും ആദ്യം ഈ അപകട സ്ഥലത്ത് നിന്ന് അപകടത്തിൽപ്പെട്ട ആളുകളെ, ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന 3 കോച്ചുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഏകോപനം ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ്, മറ്റ് യാത്രക്കാർ, റെയിൽവേ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു. 15 ആംബുലൻസ് ആയിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് റെയിൽവേ ഒരു പാനൽ തയ്യാറാക്കിയത്. അതായത് ട്രെയിനുകൾ സ്പീഡ് ലിമിറ്റ് വയലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാരുടെ എന്തെങ്കിലും തരത്തിലുള്ള കൃത്യനിർവഹണ വീഴ്ച അതിലുണ്ടോ എന്നടക്കം പരിശോധിക്കാൻ വേണ്ടി റെയിൽവേ ഒരു പാനലിനെ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് ദൗർഭാഗ്യകരമായ ഇത്തരമൊരു വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. പാസഞ്ചർ ട്രെയിനിൻ്റെ 3 കോച്ചുകളാണ് അപകടത്തിൽപ്പെട്ടത്. ചരക്കു തീവണ്ടി പിന്നിൽ നിന്ന് ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മമതാ ബാനർജി ഇത് സംബന്ധിച്ച ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് നടക്കുന്നു എന്ന് ഉറപ്പും നൽകുന്നു. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.